ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന സ്ട്രിംഗ് ഓപ്പറേഷൻസിൽ വരുന്ന ചില സ്ട്രിംഗ് മെത്തേഡ്സുകളാണ്. ആദ്യത്തേത് ക്യാപിറ്റലൈസ് ഓഫ് എന്നുള്ളതാണ്. അപ്പോൾ കേസ് ദി ഫസ്റ്റ് ലെറ്റർ ഇൻ ദിസ് സെൻറ്റൻസ്, നമ്മൾ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു സ്ട്രിംഗ് ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹലോ എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിനെ ടെക്സ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് എക്സ് ഇസ് ഈക്വൽ ടു ടി എക്സ് ടി ഡോട്ട് ക്യാപിറ്റലൈസ് ഓഫ് എന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹെലോ എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ ആദ്യത്തെ ആൽഫബറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യും. ദെൻ കൗണ്ട് ഓഫ് എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് മെത്തേഡ്. അവിടെ കൗണ്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ എന്താണോ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു സ്ട്രിങ്ങിനെ ആ എൻ്റെ സ്ട്രിങ്ങിൽ നിന്ന് എത്ര തവണ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് നോക്കിയിട്ട് കണ്ടെത്തുന്നുവോ അതിനനുസരിച്ച് അതിൻ്റെ നമ്പർ നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. ടി എക്സ് ടി ഇസ് ഈക്വൽ ടു ഐ ലവ് ആപ്പിൾ, ആപ്പിൾ ആർ മൈ ഫേവറേറ്റ്, എക്സ് ഇസ് ഈക്വൽ ടു ടി എക്സ് ടി ഡോട്ട് കൗണ്ട് ഓഫ് ആപ്പിൾ. നമുക്ക് അവിടെ ഔട്ട്പുട്ട് 2 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ പറഞ്ഞാൽ ഇറ്റ് റിട്ടേൺസ് ദി നമ്പർ ഓഫ് ടൈംസ് ദി വാല്യൂ ആപ്പിൾ അപ്പിയേഴ്സ് ഇൻ ദി സ്ട്രിങ്. ആ സ്ട്രിങ്ങിൽ 2 തവണ ആപ്പിൾ എന്ന് പറയുന്നത് പ്രസൻ്റ് ആണ് അല്ലെങ്കിൽ അപ്പിയർ ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ ഫൈൻഡ് ഓഫ് മെത്തേഡാണ്. txt is equal to hello welcome to my world, x is equal to txt dot find of welcome. അവിടെ it finds the first occurrence of the specified value and return position. It returns -1 if the value is not found. ഒരു സ്ട്രിങ്ങിൽ ഒരു പർട്ടിക്കുലർ സ്ട്രിങ് സബ് സ്ട്രിങ് കണ്ടെത്താനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫൈൻഡ് ഓഫ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷനായിരിക്കും നമുക്കവിടെ റിട്ടേൺ ചെയ്തിട്ട് കിട്ടുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവിടെ എക്സിലേക്ക് 7 എന്നാണ് നമുക്ക് കിട്ടുക. ഇനി അവിടെ ആ ഒരു സ്ട്രിങ് സബ് സ്ട്രിങ് ഫൈൻഡ് ചെയ്യാൻ നമുക്ക് എൻ്റെ സ്ട്രിങ്ങിൽ പറ്റിയിട്ടില്ലെങ്കിൽ അവിടെ -1 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഈസ് എൽ നം ഓഫ് എന്നുള്ളതാണ്. ഒരു ആൽഫ ന്യൂമറിക് ആയിട്ടുള്ള സ്ട്രിങ്ങിൽ നമ്മൾ സ്ട്രിങ് ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ആൽഫ ന്യൂമറിക് സ്ട്രിങ് ആണ് അതിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ് എൽ നം ഓഫ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇറ്റ് റിട്ടേൺസ് ട്രൂ ഇഫ് ഓൾ ദി ക്യാരക്ടേഴ്സ് ആർ ആൽഫ ന്യൂമറിക്. ഇറ്റ് മീൻസ് ആൽഫബറ്റ്സ് ലെറ്റേഴ്സ് എ ടു സെഡ് ആൻഡ് നമ്പേഴ്സ് 0 to 9. അവിടെ ആൽഫ ന്യൂമറിക് ആയിട്ട് ആൽഫബറ്റ്സും നമ്പേഴ്സും മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ട്രിങ് ആണ് നമുക്കുള്ളതെങ്കിൽ അത്തരം സ്ട്രിങ്ങുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ് എൽ നം ഓഫ് എന്ന് കോൾ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് എക്സിലേക്ക് നമുക്ക് കിട്ടുന്നുണ്ടാവുക ട്രൂ എന്നായിരിക്കും. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഈസ് ആൽഫ ഓഫ് എന്നുള്ളതാണ്. നോക്കൂ, ടി എക്സ് ടി is equal to company x, x is equal to txt dot is alpha of. It returns true if all the characters are alphabet letters. അവിടെ ആൽഫബറ്റ് ആയിട്ടുള്ള സ്ട്രിങ് ആണ്. അവർ എൻ്റെ സ്ട്രിങ്ങിൽ ആൽഫബറ്റ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ നമുക്ക് എക്സിലേക്ക് ട്രൂ എന്ന് കിട്ടും. അപ്പോൾ ഒരു ആൽഫബറ്റ്സ് ആയിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് ആണ് ഒരു സ്ട്രിങ്ങിലുള്ളത് എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് ഈസ് ആൽഫ ഓഫ് എന്ന് കോൾ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഈസ് ഡിജിറ്റ് ഓഫ് എന്നുള്ളതാണ്. ഇറ്റ് റിട്ടേൺസ് ട്രൂ ഇഫ് ഓൾ ദി ക്യാരക്ടേഴ്സ് ആർ ഡിജിറ്റ്സ്, അതർവൈസ് ഫാൾസ്. അവിടെ എല്ലാ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ സ്ട്രിങ്ങിലേക്ക് വന്നിരിക്കുന്ന അല്ലെങ്കിൽ സ്ട്രിങ് ആയിട്ടുള്ള എല്ലാം ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അത് എത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആണ്, ഡിജിറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സിമ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. അതല്ലെങ്കിൽ ഫാൾസ് എന്നായിരിക്കും റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. ദെൻ നെക്സ്റ്റ് സെഡ് ഫിൽ ഓഫ് എന്ന് പറയുന്നതാണ്. ഇവിടെ ചെയ്യുന്നത് ഒരു സ്ട്രിങ്ങിൽ നമ്മളൊരു ഫിക്സ്ഡ് ലെങ്ത് ആയിട്ടുള്ള സ്ട്രിങ് ആണ് നമ്മൾ കൊടുത്തതെങ്കിൽ ആ ഫിക്സ്ഡ് ലെങ്ത്തിലേക്ക് ബാക്കി വരുന്ന ഭാഗം സെഡ് ഫിൽ ഓഫ് എന്നുള്ളതാണ് നെക്സ്റ്റ്. എന്താണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കൂ. ആഡ് സീറോസ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി സ്ട്രിങ് അണ്ടിൽ ഇറ്റ് റീച്ചസ് ദി സ്പെസിഫൈഡ് ലെങ്ത്. ഒരു സ്പെസിഫിക് ലെങ്ത് നമ്മൾ പറഞ്ഞിട്ട് അത് ഫില്ല് ചെയ്യണം എന്ന് പറയുന്നു. എന്ത് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യേണ്ടത്? 0 വെച്ചിട്ടാണ് ഫില്ല് ചെയ്യേണ്ടത് എന്ന് പറയുകയാണ്. അതാണ് സെഡ് ഫിൽ ഓഫ് എന്ന് പറയും. അങ്ങനെ സെഡ് ഫിൽ ഓഫ് 6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്ട്രിങ്ങിന് വേണ്ടിയിട്ട്
കണ്ടെത്താവുന്ന അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ലെങ്ത് എന്ന് പറയുന്നത് മാക്സിമം 6 ആയിരിക്കും. ബാക്കി വരുന്ന അതിൻ്റെ ബിഗിനിങ് തൊട്ട് വരുന്ന ബാക്കി പൊസിഷനുകളിൽ അല്ലെങ്കിൽ പ്ലേസുകളിൽ എന്ത് ചെയ്യും, 0 വെച്ചിട്ട് ഫില്ല് ചെയ്യും. നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കാണാം. 4 സീറോസും പിന്നീട് 5 0 എന്ന് പറയുന്ന നമ്മളുടെ സ്ട്രിങ് വാല്യൂ ആണ്. മൊത്തം 6 പൊസിഷൻസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ 4 പൊസിഷനുകൾ എന്ത് ചെയ്തു, അവിടെ 0 വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നോക്കൂ, ജോയിൻ ഓഫ് എന്നുള്ളതാണ്. മൈ ടപ്പിൾസ് ഈക്വൽ ടു ജോൺ, പീറ്റർ, വിക്കി. 3 വാല്യൂസ് ആണ് ആ ടപ്പിളിലുള്ളത്. എക്സ് ഇസ് ഈക്വൽ ടു ആഷ്. ആഷ് എന്നുള്ളത് ഡബിൾ കോഡ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഡോട്ട് ജോയിൻ ഓഫ് മൈ ടപ്പിൾ, ദെൻ പ്രിന്റ് എക്സ്. എന്താണ് അങ്ങനെ ഒരു കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടുക? നോക്കൂ നിങ്ങൾ, ജോൺ, ആഷ്, പീറ്റർ, ആഷ്, വിക്കി. 3 ടപ്പിൾ എലമെൻറ്റുകളുടെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ആ ടപ്പിൾ എലമെൻറ്റുകൾക്കിടയിൽ എന്ത് ചെയ്തു, ആഷ് എന്ന് പറയുന്ന ആ ഒരു സിമ്പൽ വെച്ചിട്ട് ജോയിൻ ചെയ്യിച്ചു. ഇറ്റ് ടേക്സ് ഓൾ ഐറ്റംസ് ഇൻ ആൻ ഐട്രബിൾ ആൻഡ് ജോയിൻസ് ദം ഇൻ ടു വൺ സ്ട്രിങ്. എ സ്ട്രിങ് മസ്റ്റ് ബി സ്പെസിഫൈഡ് ആസ് ദി സെപ്പറേറ്റർ. അവിടെ ഒരു സെപ്പറേറ്റർ കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ സെപ്പറേറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവ വെച്ചുകൊണ്ട് എന്ത് ചെയ്യും, ടപ്പിളിലെ അത്രയും എലമെൻറ്റുകൾക്കിടയിൽ ആ ഒരു സ്ട്രിങ്ങിനെ പ്ലേസ് ചെയ്യിക്കും. നെക്സ്റ്റ് പൈത്തൺ കളക്ഷൻസ് ആണ്. വേണമെങ്കിൽ നമുക്കിതിനെ അറേസ് എന്ന് പറയാം. ഇവിടെ നോക്കൂ, കളക്ഷൻസ് എന്ന് പറയുന്നത് ഡാറ്റ എലമെൻറ്റുകളെയാണ് കളക്ഷൻസ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. There are 4 collection data types in the Python programming language. പൈത്തണിൽ 4 തരത്തിലുള്ള കളക്ഷൻ ഡാറ്റ ടൈപ്പുകളാണുള്ളത്. ഫസ്റ്റ് വൺ ലിസ്റ്റ്, സെക്കൻഡ് വൺ ടപ്പിൾ, തേർഡ് വൺ സെറ്റ് ആൻഡ് ഫൈനലി ഡിക്ഷണറി. എന്താണ് ലിസ്റ്റ് എന്നുള്ളത്? ഒരു ഷോർട്ട് എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ കളക്ഷൻ വിച്ച് ഈസ് ഓർഡേർഡ് ആൻഡ് ചേഞ്ചബിൾ, അലൗസ് ഡ്യൂപ്ലിക്കേറ്റ് മെമ്പേഴ്സ്. ലിസ്റ്റ് എന്ന് പറയുന്നത് ഓർഡേർഡ് ആയിട്ടുള്ള ചേഞ്ച് ചെയ്യാവുന്ന തരത്തിലുള്ള ഐറ്റംസിൻ്റെ ഡാറ്റ എലമെൻറ്റുകളുടെ കളക്ഷനാണ്. ഇറ്റ് ഓൾസോ അലൗസ് ഡ്യൂപ്ലിക്കേറ്റ് മെമ്പേഴ്സ്. അത്തരം എലമെൻറ്റുകൾക്കിടയിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടാവാം. ദെൻ നെക്സ്റ്റ് ടപ്പിൾ ആണ്. ടപ്പിൾ ഈസ് എ കളക്ഷൻ വിച്ച് ഈസ് ഓർഡേർഡ് ആൻഡ് അൺചേഞ്ചബിൾ, അലൗസ് ഡ്യൂപ്ലിക്കേറ്റ് മെമ്പേഴ്സ്. ഇവിടെ ടപ്പിൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലുള്ള ഡാറ്റ എലമെൻറ്റുകളുടെ കളക്ഷനാണ്. അവ ഓർഡേർഡ് ആയിരിക്കും, അതോടൊപ്പം ചേഞ്ചബിൾ അല്ല, അൺചേഞ്ചബിൾ ആണ്. എന്താണ് അൺചേഞ്ചബിൾ എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ടപ്പിൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയാം. ഇറ്റ് അലൗസ് ഡ്യൂപ്ലിക്കേറ്റ് മെമ്പേഴ്സ്. ഇവിടെയും നമുക്ക് എലമെൻറ്റുകളെ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി ആയിട്ട് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ നടത്തിക്കൊണ്ടുള്ള എലമെൻറ്റുകളെ ഇവിടെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ് സെറ്റ് ആണ്. സെറ്റ് ഈസ് എ കളക്ഷൻ വിച്ച് ഈസ് അൺഓർഡേർഡ്, unchangeable, add or remove and unindexed, no duplicate members. സെറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അതായത് അൺഓർഡേർഡ് ആണ്, അതിനൊരു ഓർഡർ ഇല്ല. ദെൻ അൺചേഞ്ചബിൾ, അതിൽ മാറ്റം വരുത്താൻ കഴിയില്ല. ആഡ് ഓർ റിമൂവ് ഓപ്പറേഷൻസ് ആൻഡ് അൺഇൻഡെക്സ്ഡ് ആണ്. നമ്മുടെ അറയിലൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ ഇൻഡെക്സിങ് ഉണ്ടാവില്ല. നോ ഡ്യൂപ്ലിക്കേറ്റ് മെമ്പേഴ്സ്, ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി ആയിട്ട് ഡാറ്റ എലമെൻറ്റുകൾ ഉണ്ടാവില്ല. Then next dictionary ആണ്. Dictionary is a collection which is ordered and unchangeable, no duplicate members. ഇവിടെ ഡിക്ഷണറി എന്ന് പറയുന്നത് ഓർഡേർഡ് ആണ്, ചേഞ്ചബിൾ ആണ്, അതോടൊപ്പം അതിൽ എന്തുണ്ടാവില്ല, ഡ്യൂപ്ലിക്കേറ്റ് മെമ്പേഴ്സ് ഉണ്ടാവില്ല. ഇങ്ങനെ 4 കളക്ഷനുകളാണ് ആക്ച്വലി പൈത്തണിലുള്ളത്. ഡാറ്റ എലമെൻറ്റിൻ്റെ സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ളത്. ഒന്ന് ലിസ്റ്റാണ്, രണ്ടാമത്തെ ടപ്പിളാണ്, മൂന്നാമത്തെ സെറ്റാണ്, നാലാമത്തേത് ഡിക്ഷണറിയാണ്. ഇനി എന്താണ് ലിസ്റ്റ് എന്നുള്ളതാണ്. ലിസ്റ്റ് ഇൻ പൈത്തൺ. ലിസ്റ്റ് ആർ യൂസ്ഡ് ടു സ്റ്റോർ മൾട്ടിപ്പിൾ ഐറ്റം ഇൻ എ സിംഗിൾ വേരിയബിൾ. ലിസ്റ്റ് ആർ ക്രിയേറ്റഡ് യൂസിങ് സ്ക്വയർ ബ്രാക്കറ്റ്. നോക്കൂ, ഇവിടെ ഒരു സിംഗിൾ വേരിയബിളിലേക്ക് മൾട്ടിപ്പിൾ ഐറ്റത്തെ സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ലിസ്റ്റ് ഉപയോഗിക്കുക. ലിസ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സ്ക്വയർ ബ്രാക്കറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ടാവണം. എങ്ങനെയാണ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഇവിടെ ഒരു എക്സാമ്പിൾ പ്രകാരം പറയുന്നു. വവൽസ് ഈക്വൽ ടു, ഇതൊരു വേരിയബിൾ ആണ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആണ് എന്നൊക്കെ പറയാം. ദെൻ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ 1 by 1 ആയിട്ട് വവൽസിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കോമ സെപ്പറേറ്റഡ് ആണ്, ഡബിൾ കോട്ട്സിലാണ് അവ കൊടുത്തിട്ടുള്ളത്. ദെൻ പ്രിന്റ് വവൽസ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഇതൊരു വവൽസ് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റാണ്. ആ ലിസ്റ്റിൻ്റെ ക്രിയേഷന് ശേഷം
ആ ലിസ്റ്റിലെ വാല്യൂസ് പ്രിന്റ് ചെയ്യുന്നു. ഹിയർ വവൽ ഇസ് എ ലിസ്റ്റ് ദാറ്റ് ഹോൾഡ് എ ഇ ഐ ഒ യു. വവൽ എന്ന് പറയുന്ന ഒരു ലിസ്റ്റാണ്. അത് ആ ലിസ്റ്റ് എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യപ്പെടുന്നത് 5 വാല്യൂസ് ആണ്. അത് വവൽസ് ആയിട്ടുള്ള എ ഇ ഐ ഒ യു ഇത്രയും വാല്യൂസ് ആണ്. ഇറ്റ് ഈസ് ആൾസോ പോസിബിൾ ടു ക്രിയേറ്റ് ദി ലിസ്റ്റ് യൂസിങ് ലിസ്റ്റ് ഓഫ് കൺസ്ട്രക്ടർ വെൻ ക്രിയേറ്റിംഗ് എ ന്യൂ ലിസ്റ്റ്. നോക്കൂ, നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വവൽസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ട് അതിനുള്ളിൽ കോമ സെപ്പറേറ്റഡ് ആയിട്ട് വാല്യൂസ് കൊടുത്തു. ഇനി അങ്ങനെ അല്ലാതെയും നമുക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ലിസ്റ്റ് ഓഫ് എന്ന് പറയുന്ന കൺസ്ട്രക്ടർ ഉപയോഗിച്ചിട്ട്, ലിസ്റ്റ് ഓഫ് എന്ന് പറയുന്ന കൺസ്ട്രക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതാണ് അവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. വവൽസ് ഈക്വൽ ടു ലിസ്റ്റ് ഓഫ്. ഇവിടെ ഓഫ് ബ്രാക്കറ്റ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, സ്ക്വയർ ബ്രാക്കറ്റ് അല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. യൂസ് ദി len ഓഫ് ഫംഗ്ഷൻ ടു ഡിറ്റർമിൻ ഹൗ മെനി ഐറ്റംസ് പ്രസൻസ് ഇൻ എ ലിസ്റ്റ്. നോക്കൂ, ഇനി ഇത്തരത്തിലുള്ള ലിസ്റ്റുകളുടെ ലെങ്ത് കണ്ടെത്താൻ അല്ലെങ്കിൽ എത്ര ഐറ്റംസ് അതിൽ പ്രസന്റ് ആണ് എന്ന് കണ്ടെത്താൻ len ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. നമ്മൾ നേരത്തെ സ്ട്രിങ്ങിന് മുകളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ തന്നെ ഇവിടെ നമുക്ക് ഉപയോഗിക്കാം. വവൽസ് ഈക്വൽ ടു ലിസ്റ്റ് ഓഫ് എ ഇ ഐ ഒ യു. അങ്ങനെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ടോ പ്രിന്റ് len ഓഫ് വവൽസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വവൽസ് എന്ന് പറയുന്ന ലിസ്റ്റിൽ എത്ര എലമെന്റുകൾ ഉണ്ട് എന്നുള്ളത് ഔട്ട്പുട്ട് ചെയ്യും. നമുക്ക് ഇവിടെ 5 എലമെന്റ്സ് ആണുള്ളത്, അതുകൊണ്ട് 5 എന്ന് ഔട്ട്പുട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ലിസ്റ്റിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ലിസ്റ്റ് ഐറ്റംസ് ആർ ഓർഡേർഡ്, ചേഞ്ചബിൾ ആൻഡ് അലൗഡ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ്. നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞു ഓർഡേർഡ് ആണ്, ചേഞ്ചബിൾ ആണ്, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അലൗഡ് ആണ് എന്നൊക്കെ പറഞ്ഞു. ലിസ്റ്റ് ഐറ്റംസ് ആർ ഇൻഡെക്സ്ഡ്. ദി ഫസ്റ്റ് ഐറ്റം ഹാസ് ഇൻഡെക്സ് ഓഫ് 0, ദി സെക്കൻഡ് ഐറ്റം ഹാസ് ഇൻഡെക്സ് ഓഫ് 1 ആൻഡ് സോ ഓൺ. നമ്മൾ അറേയുടെ ഇൻഡെക്സിങ് പോലെ തന്നെ ലിസ്റ്റത്തെ എലമെന്റുകളെ അല്ലെങ്കിൽ ഐറ്റംസിനെ നമുക്ക് ഇൻഡെക്സിങ് പ്രകാരം ഉപയോഗിക്കാം അല്ലെങ്കിൽ ആക്സസ് ചെയ്യാം. അവ 0th ഇൻഡെക്സ് മുതൽ തന്നെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. Lists are ordered. It means that the item have a defined order and that order will not change. നോക്കൂ, ലിസ്റ്റ് ഓർഡേർഡ് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഓരോ ഐറ്റവും ഒരു ഡിഫൈൻഡ് ഓർഡറിലായിരിക്കും ഉണ്ടാവുക. ആ ഓർഡറിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. While adding new item to a list, the new item will be placed at the end of the list. നമ്മളൊരു പുതിയൊരു ഐറ്റത്തെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും ആ ലിസ്റ്റിൻ്റെ എൻഡിലേക്കായിരിക്കും ആഡ് ചെയ്യപ്പെടുന്നുണ്ടാവുക. എ ലിസ്റ്റ് ക്യാൻ ഹോൾഡ് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഡാറ്റ. ദാറ്റ് ഈസ് ലിസ്റ്റ് 1 is equal to orange, true, 3, 65.00. നോക്കൂ, 4 വാല്യൂസും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓറഞ്ച് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ്, ട്രൂ എന്ന് പറയുന്ന ഒരു ബൂളിയൻ വാല്യൂ ആണ്, 3 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ആണ്, 65 എന്ന് പറയുന്ന ഒരു റിയൽ വാല്യൂ ആണ് അല്ലെങ്കിൽ ഫ്ലോട്ട് വാല്യൂ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മൾട്ടി ടൈപ്പ് ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒരു ലിസ്റ്റിൽ ഹോൾഡ് ചെയ്യിക്കാം, സ്റ്റോർ ചെയ്യിക്കാം. ഇനി ഡാറ്റ ടൈപ്പ് ഓഫ് എ ലിസ്റ്റ് ഈസ് ക്ലാസ് ലിസ്റ്റ്. ലിസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഒബ്ജക്റ്റ് ആണ്. ആ ഒബ്ജക്റ്റ് ബിൽറ്റ് ഇൻ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ലാസ് നെയിമും എന്ത് തന്നെയായിരിക്കും, ലിസ്റ്റ് എന്നായിരിക്കും. ലിസ്റ്റ് ആർ ഡിഫൈൻഡ് ആസ് ഒബ്ജക്റ്റ് വിത്ത് ദി ഡാറ്റ ടൈപ്പ് ലിസ്റ്റ്. നെക്സ്റ്റ് നോക്കൂ, ആക്സസ് ലിസ്റ്റ് ഐറ്റംസ്. എങ്ങനെയാണ് ഐറ്റംസിനെ ലിസ്റ്റിൽ നിന്നും ആക്സസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻഡെക്സ്ഡ് മാനറിലാണ് ലിസ്റ്റ് ഐറ്റംസ് ഉള്ളത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇൻഡെക്സുകളെ റെഫർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റിലെ ഐറ്റത്തിന് ആക്സസ് ചെയ്യാം. ലിസ്റ്റ് ഐറ്റംസ് ആർ ഇൻഡെക്സ്ഡ് ആൻഡ് യു ക്യാൻ ആക്സസ് ദം ബൈ റെഫറിങ് ടു ദി ഇൻഡെക്സ് നമ്പർ. നമുക്ക് ഇവിടെ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റാണ്. അതിൽ മാംഗോ, ചെറി, പൈനാപ്പിൾ, ഓറഞ്ച് എന്ന് പറയുന്നത് 4 വാല്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ 4 എലമെന്റുകളുണ്ട്. നമുക്ക് 1th ഇൻഡെക്സിനെ ആക്സസ് ചെയ്യണമെങ്കിൽ പ്രിന്റ് ഫ്രൂട്ട്സ് ഓഫ് 1 സ്ക്വയർ ബ്രാക്കറ്റ് ആണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. അവിടെ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1th ഇൻഡെക്സിലെ വാല്യൂ ആയിരിക്കും ഔട്ട്പുട്ട് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് ചെറി എന്നവിടെ ഔട്ട്പുട്ടിൽ കാണാൻ നിങ്ങൾക്ക്. ദെൻ നെഗറ്റീവ് ഇൻഡെക്സിങ് നമ്മൾ സ്ട്രിങ്ങിൽ ഡിസ്കസ് ചെയ്തതാണ്. നെഗറ്റീവ് ഇൻഡെക്സിങ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പൊസിഷൻ മുതലായിരിക്കും ഇൻഡെക്സിങ് സ്റ്റാർട്ട് ചെയ്യുക.
ഫ്രൂട്ട്സ് ഓഫ് -1 എന്ന് പ്രിന്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ എലമെന്റ്, അതായത് ഓറഞ്ച് എന്നായിരിക്കും ഔട്ട്പുട്ട് ചെയ്യുന്നുണ്ടാവുക. ദെൻ ഫ്രം ഇൻഡെക്സ് 1 ടു ഇൻഡെക്സ് 3 നമ്മൾ സ്ട്രിങ്ങിൽ ഉപയോഗിച്ചാണത്. ഫ്രൂട്ട്സ് ഓഫ് 1 ഫുൾ കോളൻ 3. അപ്പോൾ 1 മുതൽ 3 വരെയുള്ളത്, അത് 3 ഉൾപ്പെടില്ല എന്നൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെയും ഫ്രൂട്ട്സ് പ്രിന്റ് ഫ്രൂട്ട്സ് ഓഫ് 1 ഫുൾ കോളൻ 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1th ഇൻഡെക്സ് മുതൽ 3 ഇൻഡെക്സ് ആവുന്നത് വരെയുള്ളത് അവിടെ ഔട്ട്പുട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ 1ഉം 2ഉം ആയിരിക്കും ഇൻഡെക്സിലുള്ളതായിരിക്കും, 1ൻ്റെയും 2ൻ്റെയും ഇൻഡെക്സിൽ വരുന്നതായിരിക്കും അവിടെ ഔട്ട്പുട്ട് ചെയ്യുന്നുണ്ടാവുക. ചെറി, പൈനാപ്പിൾ എന്ന് ഔട്ട്പുട്ട് ചെയ്യും. ദെൻ പിന്നെയുള്ളത് സ്റ്റാർട്ട് ഇൻഡെക്സ് ടു ഇൻഡെക്സ് 3 എന്ന് പറയുന്നതാണ്. നമുക്ക് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ബൈ ഡിഫാൾട്ട് 0th ഇൻഡെക്സ് മുതലുള്ള വാല്യൂസ് ആയിരിക്കും അവിടെ ആക്സസ് ചെയ്യാൻ കഴിയുന്നുണ്ടാവുക. പ്രിന്റ് ഫ്രൂട്ട്സ് ഓഫ് എന്ന് കൊടുത്തിട്ട് ഫുൾ കോളൻ 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവുക മാംഗോ, ചെറി, പൈനാപ്പിൾ എന്നുള്ളതായിരിക്കും. നെക്സ്റ്റ്, എങ്ങനെയാണ് ലിസ്റ്റ് ഐറ്റത്തിൽ ചേഞ്ചസ് വരുത്തുക എന്നുള്ളതാണ്. By referring the index number, we can change the value of a specific item as following. നേരത്തെ നമ്മൾ ഇൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ട് റെഫർ ചെയ്തുകൊണ്ട് ഔട്ട്പുട്ട് ചെയ്യാം അല്ലെങ്കിൽ ആക്സസ് ചെയ്യാം എന്ന് പറഞ്ഞു. ഇനി ചേഞ്ചസ് വരുത്താനും നമ്മൾ എന്ത് തന്നെയാണ് ഉപയോഗിക്കുക? ഐറ്റത്തിൻ്റെ ഇൻഡെക്സ് നമ്പറാണ്. നോക്കൂ, ഫ്രൂട്ട്സ്, മാംഗോ, ചെറി, പൈനാപ്പിൾ, ഓറഞ്ച്, 4 ലിസ്റ്റ് എലമെൻറ്റുകളാണ് അവിടെയുള്ളത്. ഫ്രൂട്ട്സ് ഓഫ് 1 = ആപ്പിൾ എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ പ്രിന്റ് ഫ്രൂട്ട്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ചെയ്യുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, മാംഗോ, ആപ്പിൾ, പൈനാപ്പിൾ, ഓറഞ്ച് എന്നായിരിക്കും. അതായത് 1th ഇൻഡെക്സിലെ ചെറി എന്ന് പറയുന്ന ഐറ്റത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ആപ്പിൾ എന്ന് പറയുന്ന ഐറ്റത്തെ 1th ഇൻഡെക്സിലേക്ക് പുതുതായിട്ട് ആഡ് ചെയ്യുന്നത്. ഹിയർ എക്സിസ്റ്റിംഗ് ഐറ്റം റീപ്ലേസ്ഡ് ബൈ ന്യൂ ഐറ്റം. പുതിയ ഐറ്റം ഉപയോഗിച്ചുകൊണ്ട് പഴയ ഐറ്റത്തെ റീപ്ലേസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഇതല്ലാതെ നമുക്ക് എങ്ങനെയാണ് ഐറ്റത്തെ ഇൻസേർട്ട് ചെയ്യാൻ കഴിയുക? നോക്കൂ, ടു ഇൻസേർട്ട് എ ന്യൂ ലിസ്റ്റ് ഐറ്റം വിതൗട്ട് റീപ്ലേസിങ് എനി ഓഫ് ദി എക്സിസ്റ്റിംഗ് വാല്യൂസ് വി ക്യാൻ യൂസ് ദി ഇൻസേർട്ട് ഓഫ് മെത്തേഡ്. നമുക്ക് ഇൻസേർട്ട് ഓഫ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? റീപ്ലേസിങ് നടക്കാത്ത രീതിയിൽ, അതായത് എക്സിസ്റ്റിംഗ് വാല്യൂസിനെ റീപ്ലേസ് ചെയ്യാത്ത രീതിയിൽ പുതിയ ഐറ്റമായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ദി ഇൻസേർട്ട് ഓഫ് മെത്തേഡ് ഇൻസേർട്ട്സ് ആൻ ഐറ്റം അറ്റ് ദി സ്പെസിഫൈഡ് ഇൻഡെക്സ്. ഒരു പർട്ടിക്കുലർ ഇൻഡെക്സും കൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവ എന്ത് ചെയ്യും? ആ പർട്ടിക്കുലർ ഇൻഡെക്സിലേക്ക് പുതിയ ഐറ്റത്തെ ആഡ് ചെയ്തുകൊണ്ട് ആ കറണ്ട് ലിസ്റ്റിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യും അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യും എന്ന് പറയാം. നമുക്ക് എക്സാമ്പിൾ പ്രകാരം ഫ്രൂട്ട്സ് = മാംഗോ, ചെറി, പൈനാപ്പിൾ. ഫ്രൂട്ട്സ് ഡോട്ട് ഇൻസേർട്ട് ഓഫ് 0, ബനാന. നമുക്ക് ഇൻസേർട്ട് ഓഫ് 0, ബനാന. ഇപ്പോൾ 0th ഇൻഡെക്സിലേക്കാണ് ഇവിടെ എന്ത് ഇൻസേർട്ട് ചെയ്യുന്നത്? ബനാന എന്ന് പറയുന്ന പുതിയ ഐറ്റത്തെ ഇൻസേർട്ട് ചെയ്യുന്നു. എന്നിട്ട് പ്രിന്റ് ഫ്രൂട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് നോക്കൂ, ബനാന, മാംഗോ, ചെറി, പൈനാപ്പിൾ. 3 ഐറ്റമാണ് അതിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നത്. അതിൻ്റെ 0th ഇൻഡെക്സിലേക്ക് ബനാന എന്നും കൂടെ ആഡ് ചെയ്തതിന് ശേഷമുള്ള അപ്ഡേറ്റഡ് ലിസ്റ്റ് ആയിരിക്കും അവിടെ ഫ്രൂട്ട്സിൽ ഉണ്ടാവുക. അതാണ് അവിടെ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ഹിയർ ന്യൂ ഐറ്റം ഇൻസേർട്ടഡ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. നെക്സ്റ്റ്, ഇൻസേർട്ട് ഐറ്റംസ്. നോക്കൂ, വേറൊരു രീതിയും കൂടെ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്താം. ടു ആഡ് ആൻ ഐറ്റം ടു ദി എൻഡ് ഓഫ് ദി ലിസ്റ്റ് യൂസ് ദി append of method. It adds new item into the last position of the list. ഇനി append of method ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഏറ്റവും അവസാനത്തെ പൊസിഷനിലേക്കായിരിക്കും പുതിയ ഐറ്റമായിട്ട് ആഡ് ചെയ്യപ്പെടുന്നുണ്ടാവുക. ഫ്രൂട്ട്സ്, മാംഗോ, ചെറി, പൈനാപ്പിൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഒരു ലിസ്റ്റ് തന്നെ. ഫ്രൂട്ട്സ് ഡോട്ട് append ഓഫ് ബനാന, പ്രിന്റ് ഫ്രൂട്ട്സ്. നമുക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാം, ഏറ്റവും അവസാനത്തെ പൊസിഷനിലേക്കായിട്ട് ബനാന എന്ന് ആഡ് ചെയ്ത് വന്നു അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. Then to append element from another list to the current list, use the extend of method. ഇനി ഒരു എക്സിസ്റ്റിംഗ് ലിസ്റ്റിലേക്ക് വേറൊരു ലിസ്റ്റിലെ എലമെൻറ്റുകളെയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ എക്സ്റ്റെൻഡ് ഓഫ് മെത്തേഡ് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് എക്സാമ്പിൾ പ്രകാരം ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. അതിൽ മാംഗോ, ചെറി, പൈനാപ്പിൾ,
വെജിറ്റബിൾ എന്ന് പറയുന്ന അനദർ ലിസ്റ്റ്, പൊട്ടാറ്റോ, ക്യാരറ്റ്, ടൊമാറ്റോ എന്നുള്ളതാണ് അവിടുത്തെ എലമെന്റ്. ഫ്രൂട്ട്സ് ഡോട്ട് എക്സ്റ്റെൻഡ് ഓഫ് വെജിറ്റബിൾസ്. നോക്കൂ, ഫ്രൂട്ട്സ് ഡോട്ട് എക്സ്റ്റെൻഡ് ഓഫ് വെജിറ്റബിൾ. വെജിറ്റബിൾ എന്ന് പറയുന്ന രണ്ടാമത്തെ ലിസ്റ്റിലുള്ള വാല്യൂസിനെ ഉപയോഗിച്ചുകൊണ്ട് ഫ്രൂട്ട്സ് ലിസ്റ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫ്രൂട്ട്സിലാണ് മാറ്റം വരിക. അങ്ങനെ പ്രിന്റ് ഫ്രൂട്ട്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് വെജിറ്റബിളിലെ എലമെന്റുകളെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ടായിരിക്കും ഔട്ട്പുട്ട് ചെയ്യുന്നുണ്ടാവുക. നോക്കൂ, മാംഗോ, ചെറി, പൈനാപ്പിൾ, പൊട്ടാറ്റോ, ക്യാരറ്റ് ആൻഡ് ടൊമാറ്റോ. നമ്മൾ ഡിസ്കസ് ചെയ്ത അത്തരത്തിലുള്ള ഫംഗ്ഷനുകളെ തന്നെ അല്ലെങ്കിൽ ബിൽഡിംഗ് മെത്തേഡുകൾ തന്നെയാണ് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒന്ന് രണ്ടെണ്ണം കൂടെ അഡീഷണൽ ആയിട്ട് പഠിക്കുന്നു എന്നേ ഉള്ളൂ. നോക്കൂ, എ ഡോട്ട് അപ്പെൻഡ് ഓഫ് എലമെന്റ്. ആഡ് ആൻ എലമെന്റ് ടു ദി എൻഡ് ഓഫ് ദി ലിസ്റ്റ്. ഒരു ലിസ്റ്റിന്റെ എൻഡിലേക്ക് എലമെന്റിനെ ആഡ് ചെയ്യാനാണ് അപ്പെൻഡ് ഓഫ് മെത്തേഡ് ഉപയോഗിക്കുക. ദെൻ ഇൻസേർട്ട് ഓഫ് ഇൻഡെക്സ് കോമ എലമെന്റ്. ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സിലേക്ക് എലമെന്റുകളെ ഇൻസേർട്ട് ചെയ്യാനാണ് ഇൻസേർട്ട് ഓഫ് ഇൻഡെക്സ് കോമ എലമെന്റ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ദെൻ എക്സ്റ്റെൻഡ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ഓൾ എലമെന്റ്സ് ഓഫ് എ ലിസ്റ്റ് ടു ദി അനദർ ലിസ്റ്റ്. ഒരു ലിസ്റ്റിൽ നിന്ന് വേറെ ലിസ്റ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ പുതുതായിട്ട് എലമെന്റുകളെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്റ്റെൻഡ് ഓഫ് മെത്തേഡ് ഉപയോഗിക്കുക. ദെൻ ഇൻഡെക്സ് ഓഫ്. നോക്കൂ, റിട്ടേൺസ് ദി ഇൻഡെക്സ് ഓഫ് ദി ഫസ്റ്റ് മാച്ച്ഡ് ഐറ്റം. അവിടെ ഒരു ഐറ്റം നമ്പർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് എത്രാമത്തെ ഇൻഡെക്സിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് റിട്ടേൺ ചെയ്യും. ദെൻ എ ഡോട്ട് സോർട്ട് ഓഫ്. നോക്കൂ, സോർട്ട് ഐറ്റംസ് ഇൻ എ ലിസ്റ്റ് ഇൻ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിൽ ഒരു എക്സിസ്റ്റിംഗ് ലിസ്റ്റിലെ എലമെന്റുകളെ സോർട്ട് ചെയ്യാനാണ് എ സോർട്ട് ഓഫ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദെൻ എ ഡോട്ട് റിവേഴ്സ് ഓഫ്. റിവേഴ്സ് ഓഫ് എന്ന് പറയുന്നത് റിവേഴ്സ് ദി ഓർഡർ ഓഫ് ദി ഐറ്റംസ് ഇൻ ദി ലിസ്റ്റ്. ആ കറണ്ട് ലിസ്റ്റിന് എന്ത് ചെയ്യുന്നു, റിവേഴ്സ് ഓർഡറിൽ നമുക്ക് പ്രിന്റ് ചെയ്യാനൊക്കെ നമുക്ക് റിവേഴ്സ് ഓഫ് മെത്തേഡ് ഉപയോഗിക്കാം. നെക്സ്റ്റ് അഡീഷണൽ ആയിട്ടൊരു ഓപ്പറേഷൻ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്, ജോയിൻ ലിസ്റ്റ്. രണ്ട് ലിസ്റ്റുകളെ ജോയിൻ ചെയ്യുന്ന രീതി. ദി ഫോളോയിങ് എക്സാമ്പിൾ കോൺകാറ്റിനേറ്റ് ടു ലിസ്റ്റ് യൂസിങ് പ്ലസ് ഓപ്പറേറ്റർ. പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ രണ്ട് ലിസ്റ്റുകളെ കോൺകാഡിനേഷൻ പരസ്പരം ജോയിൻ ചെയ്യിക്കുന്നു. ദിസ് ഈസ് ദി ഈസിയസ്റ്റ് വേ ടു കോൺകാഡിനേറ്റ് ടു ലിസ്റ്റ്. രണ്ട് ലിസ്റ്റുകൾ പരസ്പരം നമ്മൾ നേരത്തെ എക്സ്റ്റെൻഡ് ഓഫ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ ജോയിൻ ചെയ്യിച്ച്. ഇനി വളരെ പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ജോയിൻ ചെയ്യിക്കാം. അത്തരത്തിലുള്ള ഒരു ഓപ്പറേഷനാണ് ഇവിടെ പറയുന്നത്. L1 = ABC, L2 = 1 2 3, L3 = 1 plus L1 plus L2. Then print L3. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് അവിടെ കാണാൻ നിങ്ങൾക്ക്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. Then multiply list. If you want to multiply the content of a list given number of times, you can use the star operator. Plus operator ഉപയോഗിച്ചിട്ട് രണ്ട് ലിസ്റ്റുകളെ കമ്പൈൻ ചെയ്യിക്കാൻ അല്ലെങ്കിൽ ജോയിൻ ചെയ്യിക്കാൻ. ഇനി ഇവിടെ നോക്കൂ, സ്റ്റാർ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് എന്താ ചെയ്യുന്നത്, നമുക്ക് ഒരു ലിസ്റ്റിലെ കണ്ടന്റുകളെ മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലിസ്റ്റിൻ്റെ ഐറ്റത്തിന് നമുക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ നടത്താം. ഫ്രൂട്ട്സ് = മാംഗോ, ചെറി, പൈനാപ്പിൾ, ഓറഞ്ച്. 4 എലമെന്റുകളാണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ലിസ്റ്റിലുള്ളത്. എന്നിട്ടോ പ്രിന്റ് ഫ്രൂട്ട്സ് സ്റ്റാർ 2. 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. രണ്ട് കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോഴോ നോക്കൂ, മാംഗോ എന്ന് 2 തവണ വന്നു, ചെറി എന്ന് 2 തവണ വന്നു, പൈനാപ്പിൾ എന്നുള്ളത് 2 തവണ വന്നു, ഓറഞ്ച് എന്നുള്ളത് 2 തവണ വന്നു. അതായത് ആ സെയിം ഫ്രൂട്ട്സ് ലിസ്റ്റിലെ എലമെന്റുകളെ ഒരു തവണ കൂടെ അവിടെ എന്ത് ചെയ്തു, റിപ്പീറ്റേഷൻ ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് അവിടെ പ്രിന്റ് ചെയ്തു അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്തു എന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ടപ്പിൾ ആണ്. Tuples are used to store multiple items in a single variable. ഒരു സിംഗിൾ വേരിയബിളിൽ ഡാറ്റ എലമെന്റുകളെ മൾട്ടിപ്പിൾ എലമെന്റുകളെ സ്റ്റോർ ചെയ്യാൻ തന്നെയാണ് ടപ്പിൾസ് ഉപയോഗിക്കുന്നത്. എ ടപ്പിൾ ഈസ് എ കളക്ഷൻ വിച്ച് ഈസ് ഓർഡേർഡ് ആൻഡ് അൺചേഞ്ചബിൾ. ടപ്പിൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഓർഡേർഡ് ആണ്, പക്ഷെ അൺചേഞ്ചബിൾ ആണ്. ടപ്പിൾസ് ആർ റിട്ടൺ വിത്ത് റൗണ്ട് ബ്രാക്കറ്റ്സ്. ഓഫ് ബ്രാക്കറ്റിനുള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ടപ്പിൾസിന്റെ എലമെന്റുകളെ എഴുതുന്നത്. We can create tuple as following.
നമുക്ക് താഴെ പറയുന്ന പ്രകാരം ടപ്പിളിനെ ക്രിയേറ്റ് ചെയ്യാം. ഫ്രൂട്ട്സ് ഈക്വൽ ടു ഓഫ് ബ്രാക്കറ്റിനുള്ളിൽ മാംഗോ, ചെറി, പൈനാപ്പിൾ, പ്രിന്റ് ഫ്രൂട്ട്സ്. നോക്കൂ, മാംഗോ, ചെറി, പൈനാപ്പിൾ എന്നവിടെ ഔട്ട്പുട്ട് ചെയ്തു. അപ്പോൾ നേരത്തെ പറഞ്ഞത് ലിസ്റ്റ് ആയിരുന്നു. ലിസ്റ്റും ടപ്പിളും തമ്മിൽ അതിൻ്റെ ക്രിയേഷനിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഓഫ് ബ്രാക്കറ്റ് ആണ് ടപ്പിളിൽ ഉപയോഗിക്കുന്നത്, സ്ക്വയർ ബ്രാക്കറ്റ് ആണ് നമ്മൾ ലിസ്റ്റിൽ ഉപയോഗിക്കുക. ഇറ്റ് ഈസ് ആൾസോ പോസിബിൾ ടു യൂസ് ദി ടപ്പിൾ ഓഫ് കൺസ്ട്രക്ടർ ടു മേക്ക് എ ടപ്പിൾ. നേരത്തെ ലിസ്റ്റ് ഓഫ് കൺസ്ട്രക്ടർ ഉപയോഗിച്ച് നമ്മൾ ഒരു ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഒരു ടപ്പിളിനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ടപ്പിൾ ഓഫ് കൺസ്ട്രക്ടർ ഉപയോഗിക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഫ്രൂട്ട്സ് ഈക്വൽ ടു ടപ്പിൾ ഓഫ് ആപ്പിൾ, ബനാന, ചെറി, പ്രിന്റ് ഫ്രൂട്ട്സ്. നമുക്ക് അങ്ങനെ നമ്മൾ കൺസ്ട്രക്ടർ ഉപയോഗിച്ചിട്ട് ഒരു ടപ്പിളിനെ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ അതേസമയം നമുക്ക് ഔട്ട്പുട്ട് ചെയ്യുന്ന സമയത്ത് ആപ്പിൾ, ബനാന, ചെറി എന്ന് പറയുന്ന 3 എലമെന്റുകളെ ഔട്ട്പുട്ട് ചെയ്യിക്കാൻ കഴിയും. ഇനി ടപ്പിളിന്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ടപ്പിൾ ഐറ്റംസ് ആർ ഓർഡേർഡ്, അൺചേഞ്ചബിൾ ആൻഡ് അലോ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ്. ടപ്പിൾ എന്ന് പറയുന്നത് ഓർഡേർഡ് ആണ്, അൺചേഞ്ചബിൾ ആണ്, ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസും അലോ ചെയ്യുന്നുണ്ട്. ടപ്പിൾ ഐറ്റംസ് ആർ ഇൻഡെക്സ്ഡ്. ദി ഫസ്റ്റ് ഐറ്റം ഹാസ് ഇൻഡെക്സ് 0, ദി സെക്കൻഡ് ഐറ്റം ഹാസ് ഇൻഡെക്സ് 1 ആൻഡ് സോ ഓൺ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0th ഇൻഡെക്സ് മുതൽ അങ്ങോട്ട് അതിൻ്റെ ടപ്പിളിൻ്റെ ഇൻഡെക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. Tuples are ordered. It means that the item have a defined order and that order will not change. ടപ്പിളിന് ഒരു ഓർഡർ ഉണ്ട് ലിസ്റ്റിലേതുപോലെ തന്നെ, പക്ഷെ അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓർഡറിന് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ടപ്പിൾസ് ആർ ഡിഫൈൻഡ് ആസ് ഒബ്ജക്റ്റ് വിത്ത് ദി ഡാറ്റ ടൈപ്പ് ടപ്പിൾ. ടപ്പിൾ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ടപ്പിളിന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് ടപ്പിൾ ആയിരിക്കും. ഹൗ ടു അപ്ഡേറ്റ് ചേഞ്ച് എ ടപ്പിൾ. എങ്ങനെയാണ് ടപ്പിളിൽ ചേഞ്ചസ് വരുത്തുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാര്യം. ഇത് എക്സാമിന് ചോദിച്ചേക്കാം. എങ്ങനെയാണ് ടപ്പിളിൽ ചേഞ്ചസ് വരുത്തുക അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. വൺസ് എ ടപ്പിൾ ഈസ് ക്രിയേറ്റഡ് യു ക്യാൻ നോട്ട് ചേഞ്ച് ഇറ്റ്സ് വാല്യൂ. അതിൻ്റെ വാല്യൂസിൽ ചേഞ്ച് വരുത്താൻ കഴിയില്ല. Tuples are unchangeable or immutable as it also is called. നമുക്ക് ടപ്പിളിൽ ചേഞ്ച് വരുത്താൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് അതിനെ ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്നത്. By converting the tuple into a list, change or update the list and convert back into the tuple. ഇനി എങ്ങനെയാണ് ഒരു ടപ്പിളിൽ ചേഞ്ചസ് വരുത്തുന്നത് എന്നുള്ളതാണ്. നമുക്ക് ടപ്പിളിനെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ലിസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് ആ ലിസ്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസോ അപ്ഡേഷൻസോ ഒക്കെ വരുത്തുക. എന്നിട്ട് തിരിച്ച് നമുക്കതിനെ ടപ്പിളാക്കിയിട്ട് മാറ്റുക. ആ ഒരു മെക്കാനിസമാണ് ഒരു ടപ്പിളിൽ ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ അപ്ഡേഷൻ വരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ പ്രകാരം നമുക്കത് ഡിസ്കസ് ചെയ്യാം. നോക്കൂ, ഫ്രൂട്ട്സ് ഈക്വൽ ടു മാംഗോ, ചെറി, പൈനാപ്പിൾ. ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഒരു ടപ്പിളാണ്. എന്തുകൊണ്ട് ടപ്പിളായി? ഓഫ് ബ്രാക്കറ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സ്ക്വയർ ബ്രാക്കറ്റ് ആണെങ്കിൽ അത് എന്താവുമായിരുന്നു, അത് ലിസ്റ്റ് ആവുമായിരുന്നു. ഇനി നോക്കൂ, വൈസ് ഈക്വൽ ടു ലിസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ്. എന്താ ലിസ്റ്റ് ഓഫ് എന്ന് പറയുന്നത്? കൺസ്ട്രക്ടർ ആണ് അല്ലേ? ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കൺസ്ട്രക്ടർ ആണ്. നോക്കൂ, ഫ്രൂട്ട്സിനെ നമ്മൾ ലിസ്റ്റ് ഓഫ് മെത്തേഡിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ വൈയിൽ കിട്ടുന്നുണ്ടാവും എന്തായിരിക്കും, ടപ്പിളായിട്ടുള്ള ഫ്രൂട്ട്സിനെ ലിസ്റ്റ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടാവും. നോക്കൂ, y ഓഫ് 1. ഞാൻ ലിസ്റ്റിലെ 1th ഇൻഡെക്സിനെ നമ്മൾ എന്താക്കിയിട്ട് മാറ്റുന്നു, കിവി എന്നാക്കിയിട്ട് മാറ്റുന്നു. ദെൻ ഫ്രൂട്ട്സ് ഈക്വൽ ടു ടപ്പിൾ ഓഫ് y. എന്താ ടപ്പിൾ ഓഫ് y എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ ടപ്പിൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? കൺസ്ട്രക്ടർ ആണ്, ടപ്പിളാക്കി മാറ്റുകയാണ്, അല്ലെങ്കിൽ ടപ്പിൾ ക്രിയേഷൻ ആണ്. അപ്പോൾ y എന്ന് പറയുന്ന ലിസ്റ്റിനെ ഇവിടെ എന്ത് ചെയ്യുന്നു, ടപ്പിളാക്കിയിട്ട് മാറ്റുന്നു. എന്നിട്ട് വീണ്ടും ഫ്രൂട്ട്സിലേക്ക് അസൈൻ ചെയ്യുന്നു, പ്രിന്റ് ഫ്രൂട്ട്സ്. നമുക്ക് തിരിച്ചതിനെ ടപ്പിളാക്കിയിട്ട് മാറ്റിയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുന്നത്. നോട്ട് ദാറ്റ് വി ക്യാൻ പെർഫോം ഓൾ ലിസ്റ്റ് ഓപ്പറേഷൻസ് ഓൺ ടപ്പിൾ ബൈ കൺവേർട്ടിങ് എ ടപ്പിൾ ഇൻ ടു ദി ലിസ്റ്റ്. ലിസ്റ്റിൻ്റെ മുകളിൽ ഏതൊക്കെ തരത്തിലുള്ള ഓപ്പറേഷൻസ് ആണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്, ആ ഓപ്പറേഷൻസ് ഒക്കെ ടപ്പിളിനെ ലിസ്റ്റാക്കി മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഫൈനലി നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചതിനെ ടപ്പിളാക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഇവിടെ 2 കൺസ്ട്രക്ടേഴ്സ് ഉപയോഗിക്കാം. ഒന്ന് ലിസ്റ്റ് ഓഫ് ആണ്, രണ്ടാമത്തേത് ടപ്പിൾ ഓഫ് എന്ന് പറയുന്നതാണ്. ആക്സസ് ടപ്പിൾ ഐറ്റംസ്. എങ്ങനെയാണ് ടപ്പിൾ ഐറ്റത്തിന് ആക്സസ് ചെയ്യുന്നത്?
Tuple items are indexed and you can access them by referring to the index number. നേരത്തെ നമ്മൾ ലിസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ഇൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവയെ ആക്സസ് ചെയ്യാം. അതേപോലെ തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. അവിടെ മാറ്റം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഫ്രൂട്ട്സ് ഈക്വൽ ടു ഓഫ് ബ്രാക്കറ്റിനുള്ളിലാണ് നമ്മൾ എലമെൻറ്റുകൾ കൊടുത്തിട്ടുള്ളത്. കാരണം ഇവിടെ ഓഫ് ബ്രാക്കറ്റ് സ്പെസിഫൈ ചെയ്യാനുള്ള കാര്യം ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ടപ്പിളാണ് എന്നുള്ളതുകൊണ്ട്. ലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ സ്ക്വയർ ബ്രാക്കറ്റാണ് കൊടുക്കുക. ബാക്കി വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ നേരത്തെ ലിസ്റ്റിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ് കാര്യങ്ങൾ. ദെൻ മൾട്ടിപ്ലൈ ടപ്പിൾ. നമ്മൾ ഇത് നേരത്തെ ഡിസ്കസ് ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കണ്ടന്റിനെ മൾട്ടിപ്ലൈഡ് രൂപത്തിലേക്ക് ഔട്ട്പുട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതായത് ടപ്പിളിൻ്റെ വേരിയബിൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രൂട്ട് സ്റ്റാർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടപ്പിളിൽ എത്ര വാല്യൂസ് ഉണ്ടോ അതിനെന്ത് ചെയ്യും, ഒന്നും കൂടെ 2 തവണ മൾട്ടിപ്ലൈഡ് രൂപത്തിലേക്ക് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ചെയ്യും. Then tuple functions are. Python has 2 built-in methods that you can use on tuple. ടപ്പിളിൻ്റെതായിട്ട് 2 ബിൽറ്റ്-ഇൻ മെത്തേഡുകളെ ആകെ ഉള്ളൂ. അതൊന്ന് കൗണ്ട് ഓഫ് എന്ന് പറയുന്നതാണ്, രണ്ടാമത്തേത് ഇൻഡെക്സ് ഓഫ് എന്ന് പറയുന്നതാണ്. പക്ഷേ ലിസ്റ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ലിസ്റ്റിൻ്റെ മുകളിൽ നമുക്ക് ഉള്ള എല്ലാ ബിൽറ്റ്-ഇൻ മെത്തേഡുകളും നമുക്ക് ലിസ്റ്റിൻ്റെ മുകളിൽ ഉപയോഗിക്കാം. തിരിച്ചതിനെ ടപ്പിളാക്കിയിട്ട് മാറ്റണം എന്നേ ഉള്ളൂ. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ടപ്പിളിൻ്റെ മുകളിൽ ആകെ 2 ഫംഗ്ഷനുകളേ ഉള്ളൂ, കൗണ്ട് ഓഫ് ആൻഡ് ഇൻഡെക്സ് ഓഫ്. ദി കൗണ്ട് ഓഫ് മെത്തേഡ് റിട്ടേൺസ് ദി നമ്പർ ഓഫ് ടൈംസ് എ സ്പെസിഫൈഡ് വാല്യൂ അപ്പിയേഴ്സ് ഇൻ ദി ടപ്പിൾ. ടപ്പിളിൽ ഒരു പർട്ടിക്കുലർ വാല്യൂ എത്ര തവണ ഉണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കൗണ്ട് ഓഫ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കൂ, നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. 1 5 7 8 7 5 4 6 8 5 എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നോക്കൂ, എക്സ് ഇസ് ഈക്വൽ ടു നമ്പേഴ്സ് ഡോട്ട് കൗണ്ട് ഓഫ് 5 പ്രിന്റ് ടോട്ടൽ നമ്പർ ഓഫ് 5 ഇൻ ടപ്പിൾ എക്സ്. അപ്പോൾ നോക്കൂ, എക്സിലേക്ക് അവിടെ എന്താ കിട്ടുക, 5 എന്ന് പറയുന്ന എലമെന്റ് അല്ലെങ്കിൽ ഡാറ്റ ഐറ്റം എത്ര തവണ ആ ടപ്പിൾ ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യും. എന്നിട്ട് അതായിരിക്കും റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. നോക്കൂ, എക്സിലേക്ക് അവിടെ 3 എന്നാണ് കിട്ടുക. കാരണം ലിസ്റ്റിൽ അത് 3 തവണയാണ് 5 എന്ന് പറയുന്ന എലമെന്റ് ഉള്ളത്. അടുത്ത് നോക്കൂ, ദി ഇൻഡെക്സ് ഓഫ് മെത്തേഡ് ഫൈൻഡ്സ് ദി ഫസ്റ്റ് ഒക്കറൻസ് ഓഫ് ദി സ്പെസിഫൈഡ് വാല്യൂ ആൻഡ് റിട്ടേൺ ഇറ്റ്സ് ഇൻഡെക്സ്. നോക്കൂ, ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ, അത് പ്രകാരം പറയാം നമുക്ക്. നമ്പേഴ്സ് ഈക്വൽ ടു 1 5 7 8 7 5 4 6 8 5 ഇത്ര എലമെന്റുകളാണ് നമ്പേഴ്സിലുള്ളത്. എക്സ് ഇസ് ഈക്വൽ ടു നമ്പേഴ്സ് ഡോട്ട് ഇൻഡെക്സ് ഓഫ് 8. എന്നിട്ടോ 8 എന്ന് പറയുന്ന വാല്യൂവിൻ്റെ അല്ലെങ്കിൽ എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് ആണ് അവിടെ നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ഇൻഡെക്സ് എടുക്കുമ്പോൾ നോക്കൂ, എക്സിലേക്ക് എന്താ കിട്ടുക, 8 എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് ഒക്കറൻസ് ആണ് എടുക്കുക. രണ്ടാമതൊരു ഒക്കറൻസ് അവസാനത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്, ലാസ്റ്റിൽ നിന്ന് രണ്ടാമത്തേതായിട്ട് വരുന്നുണ്ട്. പക്ഷെ അതല്ല എടുക്കുക, ഏറ്റവും ആദ്യത്തെ ഇൻഡെക്സ് 0th ഇൻഡെക്സ് മുതൽ അങ്ങോട്ട് നോക്കുമ്പോൾ എവിടെയാണോ ആദ്യത്തിൽ 8 എന്ന് കാണുന്നത് ആ ഒരു ഇൻഡെക്സ് ആയിരിക്കും അവിടെ റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ എക്സിലേക്ക് അവിടെ 3 എന്നായിരിക്കും ഇൻഡെക്സ് കിട്ടും. നെക്സ്റ്റ് പൈത്തൺ ഡിക്ഷണറിയാണ്. അപ്പോൾ നമ്മൾ ലിസ്റ്റ് പറഞ്ഞു, ടപ്പിൾ പറഞ്ഞു, ഇനി മൂന്നാമത്തേത് ഡിക്ഷണറി. എ ഡിക്ഷണറി ഈസ് എ കളക്ഷൻ that allows us to store data in key value pairs. Dictionary items are ordered, changeable and does not allow duplicates. എന്താണ് ഡിക്ഷണറിയുടെ സ്പെഷ്യാലിറ്റി? അത് കീ വാല്യൂ പെയേഴ്സ്, ഒരു കീ ഉണ്ടാവും, ദെൻ ഒരു വാല്യൂ ഉണ്ടാവും. ഇത്തരത്തിൽ കീ വാല്യൂ പെയറായിട്ട് 2 കാര്യങ്ങളാണ് അതിലുണ്ടാവും. ഒരു കീ ഉണ്ടാവും, വാല്യൂ ഉണ്ട്. ഇത്തരത്തിലുള്ള പെയറായിട്ട് ഡാറ്റകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിക്ഷണറി ഉപയോഗിക്കുന്നത്. ഡിക്ഷണറി ഐറ്റംസ് ആർ ഓർഡേർഡ്, ചേഞ്ചബിൾ ആൻഡ് ഡസ് നോട്ട് അലൗ ഡ്യൂപ്ലിക്കേറ്റ്സ്. അവിടെ ഡിക്ഷണറിക്ക് ഓർഡർ ഉണ്ട്, ചേഞ്ച് ചെയ്യാം, ദെൻ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടാവില്ല. We can create dictionaries by placing key value pairs inside curly braces separated by commas. ഇനി എങ്ങനെയാണ് ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു കീ വാല്യൂ പെയർ ഉണ്ടാവും,
അവയെ നമ്മൾ എന്ത് ചെയ്യും? കേളി ബ്രാക്കറ്റ്സിനുള്ളിൽ പ്ലേസ് ചെയ്യും. ഇനി ഓരോ കീ വാല്യൂ പെയർ കഴിഞ്ഞാലും എന്തുണ്ടാവും? കോമ സെപ്പറേഷൻ കൂടെ ഉണ്ടാവും. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ കൺട്രി അണ്ടർസ്കോർ ക്യാപിറ്റൽസ്, അതാണ് അവിടുത്തെ ഡിക്ഷണറി നെയിം എന്ന് പറയുന്നത്, ഈക്വൽ ടു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടോ ഡബിൾ കോഡ്സിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതാണ് അവിടുത്തെ കീ എന്ന് പറയുന്നത്. ദെൻ ഫുൾ കോളൻ കൊടുത്തു, വാഷിങ്ടൺ DC എന്നുള്ള ഡബിൾ കോഡ്സിൽ കൊടുത്തു. അതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ കീ ആണ്, വാഷിങ്ടൺ DC എന്ന് പറയുന്നത് വാല്യൂ ആണ്. ദെൻ കോമ ഇട്ടിട്ട് അടുത്ത ഡിക്ഷണറി എലമെന്റിന് കൊടുത്തു, ഇറ്റലി ഫുൾ കോളൻ റോം. ദെൻ വീണ്ടും കോമ, ഇംഗ്ലണ്ട് ഫുൾ കോളൻ ലണ്ടൻ. അപ്പോൾ 3 എലമെന്റുകളാണ് ഇവിടെ ഉള്ളത്. യുണൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ദെൻ ഇറ്റലി എന്ന് പറയുന്നത്, ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കീ വാല്യൂ പെയേഴ്സ് ആയിട്ടായിരിക്കും ഒരു ഡിക്ഷണറിയിൽ എലമെന്റുകൾ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. നമുക്ക് ഇവിടെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് ആ കൺട്രി അണ്ടർസ്കോർ ക്യാപിറ്റൽസിന് ഔട്ട്പുട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ നമ്മൾ എൻ്റർ ചെയ്ത അതേപോലെ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അതേപോലെയുള്ള 3 വാല്യൂസ് വെച്ചിട്ട് ഉള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് അവിടെ കാണാം. ഇനി ഡിക്ഷണറിയുടെ മുകളിൽ നമുക്ക് ചെയ്യാവുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഡിക്ഷണറി ക്രിയേഷൻ തന്നെയാണ്. ക്രിയേറ്റിംഗ് എ ഡിക്ഷണറി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതായത് എസ് ഈക്വൽ ടു കേളി ബ്രാക്കറ്റിനുള്ളിൽ 1 ഫുൾ കോളൻ, ദെൻ ഡബിൾ കോഡ്സിൽ 1 എന്ന് വേർഡ്സിൽ കൊടുത്തു, കോമ 2 ഫുൾ കോളൻ ഡബിൾ കോഡ്സിൽ 2 എന്ന് വേർഡ്സിൽ കൊടുത്തു. അപ്പോൾ അവിടെ 2 കീ വാല്യൂ പെയേഴ്സ് ആണ് അവിടെ ഉള്ളത്. 1 1 2 2. പ്രിന്റ് എ, അതിനെ പ്രിന്റ് എ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഡിക്ഷണറി അവിടെ പ്രിന്റ് ചെയ്യുന്നു. ഇറ്റ് ക്രിയേറ്റ്സ് ദി ഡിക്ഷണറി വിത്ത് എലമെന്റ് ഓഫ് ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ്. ഇവിടെ പലതരത്തിലുള്ള ഡാറ്റ ടൈപ്സ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡാറ്റ എലമെന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. ആക്സസിങ് ആൻ എലമെന്റ്, എങ്ങനെയാണ് എലമെന്റിനെ ആക്സസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എ ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 എന്ന് ഔട്ട്പുട്ട് ചെയ്യും. കാരണം നമുക്ക് അവിടെ കീ അല്ല ഔട്ട്പുട്ട് ചെയ്യേണ്ടി വരിക, വാല്യൂ ആണ് ഔട്ട്പുട്ട് ചെയ്യേണ്ടി വരിക. ഇനി എ ഓഫ് 0 എന്ന് പറഞ്ഞാലോ അത് കീ എററാണ്. കീ എറർ 0 എന്നാണ് വരിക. അതായത് അവിടെ ആക്സസിങ് ദി എലമെന്റ് ബൈ യൂസിങ് കീസ് ആണ്. കീസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? എലമെന്റിനെ ആക്സസ് ചെയ്യുക. അവിടെ 1 എന്ന് പറയുന്നത് എന്തല്ല? ഇൻഡെക്സ് അല്ല എന്ന് മനസ്സിലാക്കുക. 1 എന്ന് പറയുന്നത് ഇൻഡെക്സ് അല്ല, അതിൻ്റെ കീ ആണ്. കീ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിക്ഷണറിയിലെ വാല്യൂസിനെ ആക്സസ് ചെയ്യുക. ദെൻ അപ്ഡേറ്റ് എ ഓഫ് 1 ഈക്വൽ ടു 1. 1 എന്ന് പറയുന്ന വേർഡ്സിലാണ്. അത് നേരത്തെ അത് സ്മോൾ ലെറ്ററിലാണ് ഉണ്ടായിരുന്നത്, അതിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റിയതാണ്. അസൈനിങ് എ ന്യൂ വാല്യൂ ടു കീ, ഇറ്റ് റീപ്ലേസസ് ദി ഓൾഡ് വാല്യൂ ബൈ ന്യൂ വാല്യൂ. നമുക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം. ഇനി ആഡ് എലമെന്റ്, എങ്ങനെയാണ് എലമെന്റിനെ ആഡ് ചെയ്യുക? എ ഓഫ് 3 ഈക്വൽ ടു 3 അങ്ങനെ കൊടുക്കാം. ആഡ് ന്യൂ എലമെന്റ് ഇൻ ടു ദി ഡിക്ഷണറി വിത്ത് കീ, ഒരു പുതിയ കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പുതിയ എലമെന്റിനെ ആഡ് ചെയ്യാം. ദെൻ മെമ്പർഷിപ്പ് ആണ്. ഇറ്റ് റിട്ടേൺസ് ട്രൂ ഇഫ് ദി കീ ഈസ് പ്രസന്റ് ഇൻ ദി ഡിക്ഷണറി, അതർവൈസ് റിട്ടേൺസ് ഫാൾസ്. നമുക്ക് ഇൻ ഉപയോഗിച്ചിട്ടാണ്, ഇൻ എന്ന് പറയുന്നതാണ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണത്, ഫോർ ലൂപ്പിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ഡിക്ഷണറി ഉണ്ട്. എസ് ഈക്വൽ ടു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു, 1 ഫുൾ കോളൻ 1, 2 ഫുൾ കോളൻ 2, 3 ഫുൾ കോളൻ 3 എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ 1 ഇൻ എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ട്രൂ എന്ന് കിട്ടും. എന്തുകൊണ്ടാണ്? എ എന്ന് പറയുന്ന ലിസ്റ്റിൽ 1 എന്ന് പറയുന്ന ഒരു കീ ഉണ്ടോ എന്നുള്ളതാണ്, പ്രസന്റ് ആണോ ഇല്ലയോ എന്നുള്ളതാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ട്രൂ എന്ന് കിട്ടും. ഇനി നോക്കൂ, 3 നോട്ട് ഇൻ എ, നമ്മൾ നോട്ട് ഇന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ? നോക്കൂ, ഇവിടെ നമുക്ക് ഫാൾസ് എന്ന് കിട്ടി. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല. നെക്സ്റ്റ് നോക്കൂ, ഡിക്ഷണറി മെത്തേഡ്സിൽ വരുന്നതാണ് ലെങ്ത് ഓഫ് അല്ലേ? len ഓഫ്, കൗണ്ട് ആൻഡ് റിട്ടേൺ ഐറ്റംസ് ഓഫ് ഡിക്ഷണറി ആസ് ലെങ്ത്. ആ ഡിക്ഷണറിയുടെ ലെങ്ത് ആണ് അവിടെ നമുക്ക് ഔട്ട്പുട്ട് ചെയ്യുന്നുണ്ടാവുക. നോക്കൂ, ഡി എന്ന് പറയുന്ന ഒരു ഡിക്ഷണറി അവിടെ ഉണ്ട്, ABCDE അല്ലേ?
5 കീസ് ഉപയോഗിച്ചുകൊണ്ട് ഓരോ വാല്യൂസ് അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടോ len ഓഫ് d എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 5 എന്ന് കിട്ടും. കാരണം അവിടെ 5 കീ വാല്യൂ പെയറുകളാണ് അവിടെ ഉള്ളത്. അടുത്തതോ ഡിക്റ്റ് ഓഫ് എന്ന് പറയുന്നതാണ്. ക്രിയേറ്റ് ഡിക്ഷണറി ഫ്രം സീക്വൻസ് ഓഫ് കീ വാല്യൂ പെയേഴ്സ്. അവിടെ അതിൻ്റെ കീ വാല്യൂ പെയേഴ്സിന് സീക്വൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിക്റ്റ് ഓഫ് ഉപയോഗിക്കുന്നത്. നോക്കൂ, എൽസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തു, a,10 b,20. നോക്കൂ, അവിടെ സ്ക്വയർ ബ്രാക്കറ്റിൽ പെയേർഡ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി അതിനെ നമ്മൾ ഡിക്റ്റ് ഓഫ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, ഡിക്ഷണറി ആക്കുക അല്ലേ. സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ എപ്പോഴാണ് ചെയ്യാം, ഓഫ് ബ്രാക്കറ്റ് ഉപയോഗിക്കണം ടപ്പിളിന് വേണ്ടിയിട്ടാണ്. ലിസ്റ്റ് ആവുന്ന സമയത്ത് സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിക്കും അല്ലേ. ഇപ്പോൾ ലിസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിക്ഷണറി ആക്കിയിട്ട് മാറ്റണം ആക്ച്വലി ഇവിടെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിക്റ്റ് ഓഫ് മെത്തേഡ് ഉപയോഗിക്കാം, കാരണം അതൊരു കൺസ്ട്രക്ടറാണ്. നേരത്തെ ലിസ്റ്റ് ഓഫ് കൺസ്ട്രക്ടർ, ടപ്പിൾ ഓഫ് കൺസ്ട്രക്ടർ ഒക്കെ പറഞ്ഞു തരും. അതേപോലെ ഡിക്റ്റ് ഓഫ് എന്ന് പറയുന്നത് കൺസ്ട്രക്ടറാണ്. ദെൻ കീസ് ഓഫ് റിട്ടേൺസ് ഓൾ കീസ് ഇൻ ദി ഫോം ഓഫ് ലിസ്റ്റ്. ഒരു ലിസ്റ്റിലെ എല്ലാ കീസിനെയും റിട്ടേൺ ചെയ്യിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, കീസ് ഓഫ് ഉപയോഗിക്കാം. അതിൻ്റെ എക്സാമ്പിൾ നോക്കിയാൽ മതി, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി വാല്യൂസ് ഓഫ് ഉപയോഗിച്ചാലോ, കീ വാല്യൂ പെയേഴ്സ് ആണ് ഡിക്ഷണറിയിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു തരും അല്ലേ. അവിടെ എല്ലാ വാല്യൂസും മാത്രമായിട്ട് ഔട്ട്പുട്ട് ചെയ്ത് കിട്ടും. ഇനി ഐറ്റംസ് ഓഫ് ആണ് ഉപയോഗിക്കണമെങ്കിലോ, യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കീ വാല്യൂ പെയർ ആയിട്ട് ഉള്ളത് എങ്കിൽ അതിൻ്റെ ലിസ്റ്റ് ഓഫ് ടപ്പിൾസ് ആയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക അവിടെ കിട്ടുക. ലിസ്റ്റ് ഓഫ് ടപ്പിൾസ് ആയിട്ട്, ടപ്പിൾസിൻ്റെ ലിസ്റ്റായിട്ട് നമുക്ക് അവിടെ റിട്ടേൺ ചെയ്യപ്പെടും എന്നുള്ളതാണ്. എക്സാമ്പിൾസ് നോക്കിയാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഡിക്ഷണറി മെത്തേഡിൽ ആദ്യം പറഞ്ഞ len ഓഫ്, ദെൻ ഡിക്റ്റ് ഓഫ്, കീസ് ഓഫ്, വാല്യൂസ് ഓഫ്, ഐറ്റംസ് ഓഫ്. അടുത്ത നോക്കൂ, ഗെറ്റ് ഓഫ് ആണ്. ഡിസ്പ്ലേ വാല്യൂ ഓഫ് ദി കീ പാസ്ഡ് ആസ് ആർഗ്യുമെന്റ്. നമ്മൾ ഗെറ്റ് ഓഫ് മെത്തേഡിൽ നമ്മൾ സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സി എന്ന് പറയുന്ന കീയുടെ വാല്യൂ എന്താണോ അത് നമുക്ക് റിട്ടേൺ ചെയ്ത് വരും. സി എന്ന് പറയുന്ന അവിടുത്തെ കീ ആണ്. ആ കീ നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ വാല്യൂ നമുക്ക് തിരിച്ചു കിട്ടും. ദെൻ അപ്ഡേറ്റ് ഓഫ് മെത്തേഡ് appends new element or modify existing element as key value pairs. d dot update of f full colon 63 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ആ ഡിനെ നമ്മൾ ഔട്ട്പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തിൽ പുതിയൊരു ഡിക്ഷണറി എലമെന്റ് ആയിട്ട് അവിടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. ദെൻ ഡെൽ ഡി ഓഫ് എഫ് എന്ന് കൊടുത്താലോ, അതാണ് ഡെൽ ഓഫ് എന്ന് പറയുന്നത്. To remove specific element of the dictionary by passing its key as argument. അപ്പോൾ ഒരു കീ വാല്യൂ ആണ് ഡെൽ ഓഫ് മെത്തേഡിൽ നമ്മൾ പാസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ആ അവസാനത്തെ എലമെന്റിനെ അവിടെ റിമൂവ് ചെയ്യും എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ക്ലിയർ ഓഫ് എന്ന് പറയുന്നതാണ്. എന്താണ് ക്ലിയർ ഓഫ്? ഇറ്റ് റിമൂവ്സ് ഓൾ എലമെന്റ്സ് ഫ്രം ദി ഡിക്ഷണറി. ഒരു എക്സിസ്റ്റിംഗ് ഡിക്ഷണറിയെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിലെ എലമെന്റുകളെ എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിയർ ഓഫ് മെത്തേഡ് ഉപയോഗിക്കാം. നെക്സ്റ്റ് പൈത്തൺ സെറ്റ്സ് ആണ്. എ സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് അണീക്ക് ഡാറ്റ. ദാറ്റ് ഈസ് എലമെന്റ്സ് ഓഫ് എ സെറ്റ് കനോട്ട് ബി ഡ്യൂപ്ലിക്കേറ്റ്. ഒരിക്കലും പൈത്തൺ സെറ്റിലെ എലമെന്റുകൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരില്ല. അതുകൊണ്ട് തന്നെ അണീക്ക് ഡാറ്റയായിട്ടാണ്, അണീക്ക് ഡാറ്റയുടെ കളക്ഷൻ ആയിട്ടാണ് ഒരു സെറ്റിനെ നമ്മൾ എല്ലായ്പ്പോഴും പറയാറുള്ളത്. We can create sets by placing all the elements inside curly braces separated by comma. curly ബ്രാക്കറ്റിനുള്ളിലായിട്ട് കോമ സെപ്പറേറ്റ് ആയിട്ട് എല്ലാ എലമെന്റുകളെയും നമുക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. A set can have any number of items and they may be of different types, integer, float, tuple, string, etc. നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെറ്റിനുള്ളിൽ നമുക്ക് പലതരത്തിലുള്ള ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യാം, ഹോൾഡ് ചെയ്യിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇവിടെ ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻറ് അണ്ടർസ്കോർ ID എന്ന് പറയുന്നതാണ് സെറ്റിൻ്റെ നെയിം. ഈക്വൽ ടു കേളി ബ്രാക്കറ്റിനുള്ളിൽ
112, 114, 116, 118, 115 ഇങ്ങനെ മൾട്ടിപ്പിൾ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. പ്രിന്റ് സ്റ്റുഡൻറ് ഐ ഡി ഫുൾ കോളൻ കോമ സ്റ്റുഡൻറ് അണ്ടർസ്കോർ ഐ ഡി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെറ്റിലെ വാല്യൂസ് അതേപോലെ ഔട്ട്പുട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സെറ്റ്സ് മെത്തേഡ് ആണ്, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ആണ്. നമുക്ക് നേരത്തെ നമ്മൾ പലതിനും പറഞ്ഞ പോലെ തന്നെ പലതരത്തിലുള്ള ഓപ്പറേഷൻസ് ഇവിടെ നമുക്ക് പെർഫോം ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഇവിടെ ലിസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഒന്ന് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, സെറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ കേളി ബ്രാക്കറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നോക്കൂ, നമ്മൾ ടപ്പിൾ ഓഫ്, അതേപോലെ തന്നെ ഡിക്റ്റ് ഓഫ്, ലിസ്റ്റ് ഓഫ് എന്നൊക്കെ മെത്തേഡ് കൺസ്ട്രക്ടർ ഉപയോഗിച്ചിരുന്നു. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് കൺസ്ട്രക്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് S1 ഈക്വൽ ടു സെറ്റ് ഓഫ്, ദെൻ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ എന്ത് ചെയ്തു 1, 2, 3, 4 എന്നുള്ളത്. ഓൺലി വൺ ആർഗ്യുമെന്റ് അലൗഡ് ഇൻ സെറ്റ് ഓഫ് ഫംഗ്ഷൻ. അവിടെ ഒറ്റ ആർഗ്യുമെന്റ് നമുക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ളതുകൊണ്ടാണ് നമ്മളവിടെ ടപ്പിളായിട്ട് കൊടുത്തത് എന്നുള്ളതാണ്. അങ്ങനെ ടപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഫൈൻഡ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ സെറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ LEN മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടപ്പിളിൻ്റെയോ ഡിക്ഷണറിയുടെയോ ഒക്കെ നമുക്ക് ലെങ്ത് കണ്ടെത്താമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ കൗണ്ട് കണ്ടെത്താനും അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദെൻ ആഡ് എലമെന്റ് ടു ദിസ് സെറ്റ്. ആഡ് ഓഫ് മെത്തേഡോ അല്ലെങ്കിൽ അപ്ഡേറ്റ് മെത്തേഡോ ഉപയോഗിച്ചിട്ട് നമുക്ക് പുതുതായിട്ട് ആഡ് ചെയ്യാം. ആഡ് ഓഫ് മെത്തേഡാണ് ഉപയോഗിക്കണമെങ്കിൽ ഇറ്റ് അലൗസ് ആഡിങ് ഓൺലി വൺ എലമെന്റ് ഇൻ എ ടൈം. നമുക്ക് അവിടെ ഒറ്റ എലമെന്റേ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുള്ളൂ. അതേസമയം അപ്ഡേറ്റ് ഓഫ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് അലൗസ് ആഡിങ് മൾട്ടിപ്പിൾ ഐറ്റം ഫ്രം അനദർ സെറ്റ് ഫ്രം എ ലിസ്റ്റ്. ലിസ്റ്റിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ഐറ്റംസിനെ നമുക്ക് സെറ്റിലേക്ക് ആഡ് ചെയ്യാം. ദെൻ റിമൂവ് എലമെന്റ് ഫ്രം എ ലിസ്റ്റ്. അത് 4 തരത്തിൽ നമുക്ക് ചെയ്യാം. റിമൂവ് ഓഫ് മെത്തേഡ് ഉണ്ട്, ഡിസ്കാർഡ് ഓഫ് മെത്തേഡ് ഉണ്ട്, പോപ്പ് ഓഫ് മെത്തേഡ് ഉണ്ട്, ക്ലിയർ ഓഫ് മെത്തേഡ് ഉണ്ട്. റിമൂവ് ഓഫ് മെത്തേഡിന്റെ പ്രത്യേകത എറർ ഇഫ് ടാർഗറ്റ് എലമെന്റ് ഈസ് നോട്ട് ഇൻ ദി സെറ്റ്. നമ്മൾ റിമൂവ് ഓഫ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 റിമൂവ് ആവും. എന്നാൽ നമ്മൾ അതിലില്ലാത്തൊരു എലമെന്റിനാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ എറർ കാണിക്കും. അതാണ് റിമൂവ് ഓഫ് മെത്തേഡിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദെൻ ഡിസ്കാർഡ് ഓഫ് മെത്തേഡ് ആണെങ്കിലോ നോ എറർ ഈവൻ ഇഫ് ടാർഗറ്റ് എലമെന്റ് ഈസ് നോട്ട് ഇൻ ദി ലിസ്റ്റ്. എലമെന്റ് ആ ഒരു ലിസ്റ്റിൽ ഇല്ലെങ്കിൽ, ആ ഒരു സെറ്റിൽ ഇല്ലെങ്കിൽ അവിടെ എറർ ഒന്നും കാണിക്കില്ല. അങ്ങനെ കാണിക്കാതിരിക്കണമെങ്കിൽ, അങ്ങനെ എറേഴ്സ് വരാതെ നോക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കാർഡ് ഓഫ് മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. ഇനി പോപ്പ് ഓഫ് മെത്തേഡ് ആണെങ്കിലോ നോ ആർഗ്യുമെന്റ്സ് റിക്വയർഡ്. ഒരു ആർഗ്യുമെന്റ് ആവശ്യമില്ല. ഇറ്റ് റിട്ടേൺസ് റിമൂവ്ഡ് എലമെന്റ്സ്. അവിടെ എന്ത് ചെയ്യും, ഒരു എലമെന്റിനെ അവിടെ റിമൂവ് ചെയ്യും എന്നുള്ളതാണ്. അവിടെ ഏറ്റവും അവസാനത്തെ എലമെന്റിനെ അവിടെ റിമൂവ് ചെയ്യും. എന്നിട്ട് ബാക്കി ഉള്ള സെറ്റിനെ ആയിരിക്കും അവിടെ S1 Xയിലേക്ക് അവിടെ പാസ് ചെയ്യുന്നുണ്ടാവുക. ദെൻ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. ദെൻ ക്ലിയർ ഓഫ് മെത്തേഡാണ്. നോ ആർഗ്യുമെന്റ്സ് റിക്വയർഡ്, റിമൂവ്സ് ഓൾ എലമെന്റ്സ് ഓഫ് ദിസ് സെറ്റ്. ആ സെറ്റിലെ എല്ലാ എലമെന്റിനെയും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലിയർ ഓഫ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഒന്നുകൂടെ കൺസോൾട്ട് ചെയ്തിട്ട് നമ്മൾ പറയുകയാണ്. ലിസ്റ്റ് ഓഫ് ടപ്പിൾ, ലിസ്റ്റ്, ടപ്പിൾ, സെറ്റ്, ഡിക്റ്റ്. ഈ 4 തരത്തിലുള്ള കളക്ഷനാണ് പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്നത്. ലിസ്റ്റിനെ വേണമെങ്കിൽ നമുക്ക് ജനറൽ പർപ്പസ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണെന്ന് പറയാം. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഡാറ്റ സ്ട്രക്ചർ ആണെന്ന് പറയാം. ഗ്രോ ആൻഡ് സ്ട്രിങ് സൈസ് ആസ് നീഡഡ്. നമുക്കതിൻ്റെ ഗ്രോ ചെയ്യാനും അതേപോലെ തന്നെ ഉള്ള സൈസിന് കുറയ്ക്കാനൊക്കെ കഴിയും. സീക്വൻസ് ടൈപ്പ് ആണ്, ഓർഡേർഡ് ആണ്, സോർട്ടബിൾ ആണ്. ദെൻ ടപ്പിൾ എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ ആണ്. ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ കഴിയില്ല എന്ന് പറഞ്ഞു. യൂസ്ഫുൾ ഫോർ ഫിക്സ്ഡ് ഡാറ്റ. ഒരു ഫിക്സ്ഡ് ഡാറ്റയാണ് നമുക്കുള്ളതെങ്കിൽ ടപ്പിൾ ഉപയോഗിച്ചാൽ മതി. ഫാസ്റ്റർ ദാൻ ലിസ്റ്റ്. ലിസ്റ്റിനേക്കാൾ ഫാസ്റ്റർ ആണ്, സീക്വൻസ് ടൈപ്പ് ആണ്. ദെൻ സെറ്റ് എന്ന് പറയുന്നത് സ്റ്റോർ നോൺ ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ്. അല്ലേ, ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി ഇല്ലാത്ത, ഡ്യൂപ്ലിക്കേറ്റ് മെമ്പേഴ്സ് ഇല്ലാത്ത ഒരു കളക്ഷനാണ് സെറ്റ് എന്ന് പറയുന്നത്. വെരി ഫാസ്റ്റ് ആക്സസ് വേഴ്സസ് ലിസ്റ്റ്. ലിസ്റ്റിനായിട്ട് കമ്പാരിസൺ നടത്തുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ്. ദെൻ മാത്ത് സെറ്റ് OPS യൂണിയൻ ഓപ്പറേഷൻസ്, അല്ലെ, യൂണിയൻ ഇൻ്റർസെക്റ്റ് പോലെയുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എല്ലാം തന്നെ നമുക്ക് സെറ്റിന് മുകളിൽ നടത്താൻ കഴിയും. ഇത് അൺഓർഡേർഡ് ആണ്. ദെൻ ഡിക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ കീ വാല്യൂ പെയേഴ്സ് ആയിട്ടാണ് ഡാറ്റയെ ഹോൾഡ് ചെയ്യുന്നത്. അസോസിയേറ്റീവ് അറേ ലൈക്ക് ജാവ ഹാഷ് മാപ്പ്. ദെൻ അൺഓർഡേർഡ്. ഇത് ജാവയിലെ ഹാഷ് മാപ്പ് കൺസെപ്റ്റ് പോലെ തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ
അൺഓർഡേർഡ് ആണ്. ഓക്കെ, കൺസോളിഡേഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഈ ഒരു യൂണിറ്റിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യൂണിറ്റാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.